കഴിഞ്ഞ മെയ് 16-നാണ് 1.5 കോടിയോളം രൂപ ചിലവഴിച്ച് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടന ദിവസം തുറന്ന ICU പിന്നീട് തുറന്നിട്ടില്ല. ആവശ്യത്തിന് ശിശുരോഗ വിദഗ്ധന്മാരെ നിയമിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 4 പീഡിയാട്രിക് ഡോക്ടർമാരെ നിയമിച്ചാൽ മാത്രമേ ICU പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. കുട്ടികളുടെ ICU നോക്കുകുത്തിയായതോടെ ജനിച്ച ഉടൻ കുഞ്ഞുങ്ങളുടെ ശ്വാസതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ സമീപ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ്. മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ കഴിയുന്നില്ല. 1,47,24,000 രൂപ ചെലവാക്കിയാണ് കുട്ടികളുടെ ICU സജ്ജമാക്കിയത്. ഇത്രയേറെ തുക ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതി കൂടുതൽ നശിക്കുന്നതിന് മുൻപ് പ്രവർത്തിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം മെയ് 16-ാം തീയതിയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയ കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം 1,47,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഉദ്ഘാടന മഹാമഹം നടത്തിയ അന്ന് പൂട്ടിയതാണ് ആ വിഭാഗം. നമ്മുടെ നാട്ടിലെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് അത്രയും വലിയ സംഖ്യ ചെലവഴിച്ചു എന്ന പേരിൽ ഒരു ഉദ്ഘാടനം നടത്തിയതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഗുണം പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും പട്ടാമ്പിയിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് തുറക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആ ആശുപത്രിയിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയും അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതികൾ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുകയാണ്. എത്രയും അടിയന്തരമായി ആ വിഭാഗം തുറന്ന് പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നെ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയോട് കാണിക്കുന്ന നഗരസഭയും MLAയും കാണിക്കുന്ന ചിറ്റമ്മ നയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ട് പണിത ICUവിൽ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉണ്ട്. പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ സാധാരണക്കാരായവർക്കും പാവപ്പെട്ടവർക്കും വലിയ സഹായമാകും. അതേസമയം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് 14 വർഷമായിട്ടും പട്ടാമ്പി ആശുപത്രിയിൽ ഇന്നും അതിൻ്റെതായ സൗകര്യം ഒരുക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. Ampere College of Science offers hospital administration course, MBA in healthcare management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.